ആദ്യമായിട്ടാണ് ഒരു ഓപ്പൺ എയറിലൊക്കെ യക്ഷിയെ വരുത്താന്നൊക്കെ പറഞ്ഞാൽ അത് വലിയൊരു വിഷയം തന്നെയാണ്. അതിനുള്ള ധൈര്യം നിങ്ങൾ തന്നെ തരണം, എനിക്കതുള്ളൂ. ഇതുകൊണ്ട് എന്ത് സംഭവിക്കുന്ന അറിയാൻ പറ്റില്ല. അത് മിസൈലാണ്, തൊടുത്തു വിട്ടാൽ ഇങ്ങോട്ട് പോകും അങ്ങോട്ട് പോകുമെന്ന് പറയാൻ പറ്റത്തില്ല. ചതുരാംബിക പൂജ അദ്ദേഹം പരശുരാമ പ്രോക്താണ്. രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ദേശരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ളൊരു വിധാനമാണത്. ഇതിൻ്റെ ചുറ്റും ഇപ്പോൾ ഒരു 14ഓളം ദേവതകൾ നമ്മളെ വലയം പ്രാപിച്ച് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കണമെങ്കിൽ തന്നെ പ്രത്യേക രക്ഷകളും കാര്യങ്ങളും അരിയെ ധരിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് കിടക്കാൻ പറ്റുള്ളൂ, അനാവശ്യമായിട്ട്. അതുകൊണ്ടാണ് നിങ്ങളെപ്പോലെ ഞാൻ അടുപ്പിക്കപ്പെടുന്നത്. ഇതാണ് ചതുരാംബിക വിധാനം എന്ന് അഭിനവഭാരാനന്ദ സ്വാമി ആണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് കണ്ടെത്തി തന്നിട്ടുള്ളത്. ഞങ്ങളുടെ രീതി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും കളരി വിധാനത്തിലാണ്. ഈ പൂജ ചെയ്യണമെങ്കിൽ 4-5 അതിശക്തന്മാരായിട്ടുള്ള യോദ്ധാക്കളുടെ സാന്നിധ്യവും സഹായവും വേണം. അതിനാണ് ഞങ്ങൾ ഇത്രയും പേര് വന്നത്. ഇതിൽ പലരും നല്ല അഭ്യാസികളാണ്. കാന്താര കണ്ടപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അതേ കാന്താരയിലുള്ള അതേ വിധാനത്തിലാണ് ഇന്നലെ വന്നത്. പക്ഷെ നമ്മൾ ചിരിച്ചുകൊണ്ട് കളിയാക്കും. ഞാൻ ഒരാൾ ഇവിടെ ഇരുന്നിട്ട് കുറേ കോട്ട കെട്ടി പൂജ ചെയ്താലും നാട് നന്നാവാൻ പോകുന്നില്ല, അത് ഉറപ്പിച്ചോളൂ. നമ്മൾ സ്വയം ചെയ്താൽ മാത്രമാണ് കിട്ടുള്ളൂ. ഇവിടെ ജീവിച്ചിരുന്ന പല മനുഷ്യരാണ് സത്യത്തിൽ ശാസ്താക്കൾ എന്ന് പറയുന്നത്. ആ ആത്മാക്കൾ അവർ ധർമ്മം പ്രാപിച്ച് അവർ ഉപാസന കൊണ്ട് ഗുരുക്കന്മാരാവും. വൈകുന്നേരത്തെ പൂജ വളരെ നിർണായകമാണ്. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള ഒരു പൂജ. യക്ഷിവിധാനത്തിലൊരു പൂജയൊക്കെ വരുന്നുണ്ട്. എത്രത്തോളമാണ് ഈ പൂജയ്ക്ക് കളരിയുടെ ഒരു പ്രാധാന്യം? കളരിപ്പയറ്റ് എന്ന് പറയുന്ന ഒരു കണക്കിന് നമ്മുടെ ശരീരം കൊണ്ടുള്ള ഒരു പൂജ തന്നെയാണ്. നമ്മൾ മന്ത്രം ജപിക്കുന്ന പോലെ ശരീരം കൊണ്ടുള്ളൊരു പൂജയാണ്. ഓരോ ചോടും ദൈവയുടെ മുമ്പിലാണ് വെക്കുന്നത്. മഹാമാഘ മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചതുരാംബിക പൂജയുടെ ആചാര്യൻ ബാലകൃഷ്ണ പയ്യാണ് നമുക്കൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിൻ്റെ സംഘവും നമുക്കൊപ്പം ഉണ്ട്. ഇപ്പോൾ ചതുരാംബിക പൂജ ഇന്നത്തെ വിശേഷ ക്രിയയാണ്. എന്താണ് ചതുരാംബിക പൂജ? അതിൻ്റെ പ്രത്യേകതകൾ എങ്ങനെയാണ്? ചതുരാംബിക പൂജ അദ്ദേഹം പരശുരാമ പ്രോക്താണ്. രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ദേശരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ളൊരു വിധാനമാണത്. വളരെയധികം പഴക്കമുള്ളതും പല വൈദിക ദ്രാവിഡ രീതിയിൽ ഇത് ഉപാസിച്ചിട്ടുണ്ട്. അതാണ് സത്യം. ഇതിലിപ്പോൾ എഴുതപ്പെട്ട രീതിയിലുള്ളത് വൈദികരുടെ കയ്യിലാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം ഉള്ളത്. നോർത്ത് ഇന്ത്യയിൽ ഇതിൻ്റെ ഇതൊക്കെ ഇരിക്കുന്നുണ്ട്, അതിൻ്റെ തെളിവുകളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. പരശുരാമൻ നല്ല രീതിയിൽ ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കേരളത്തിൽ ഇത് വളരെ നിഗൂഢമായതും നേരിട്ട് ഇത് ചതുരാംബിക എന്ന് ഞങ്ങൾ പറയാറില്ല. ഞങ്ങളിതിനെ തിരുമാന്താംകുന്ന് സമ്പ്രദായം എന്നും അതുപോലെ ഈ ഭദ്രകാളിയുടെ ഒരു രഹസ്യ പേര് പുറത്തു പറയാൻ പാടില്ല എന്നാണ് ആ ഒരു വിധാനത്തിലാണ് ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതാണ് ചതുരാംബിക വിധാനം എന്ന് അഭിനവഭാരാനന്ദ സ്വാമി ആണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് കണ്ടെത്തി തന്നിട്ടുള്ളത്. ഞങ്ങളുടെ കയ്യിലുള്ളതും ഈ പറയുന്നത് ഒന്നാണെന്നുള്ളത് ഈ ഒരു ഘട്ടത്തിലാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് സത്യത്തിൽ ഇതിവിടെ ആചരിക്കാൻ കാരണം. ഇത് പൂർണ്ണമായിട്ട് ഇപ്പോൾ ഞങ്ങളുടെ രീതി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും കളരി വിധാനത്തിലാണ്. ഈ പൂജ ചെയ്യണമെങ്കിൽ 4-5 അതിശക്തന്മാരായിട്ടുള്ള യോദ്ധാക്കളുടെ സാന്നിധ്യവും സഹായവും വേണം. അതിനാണ് ഞങ്ങൾ ഇത്രയും പേര് വന്നത്. ഇതിൽ പലരും നല്ല അഭ്യാസികളാണ്, കളരി ദീക്ഷയുള്ള ആൾക്കാരാണ്. അവർ ഭുവനേശ്വരി ഉപാസകരുമാണ്. നല്ല രീതിയിൽ ആയുധം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ വിദ്യ കൊണ്ടുനടക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഡയബറ്റിക് പോലുള്ള ഭയങ്കരമായിട്ടുള്ള അസുഖങ്ങൾ വരും. കാരണം പരശുരാമൻ ഒരു യോദ്ധാവായിരുന്നു. അദ്ദേഹം ഉപയോഗിക്കുന്ന വിദ്യ ആയതുകൊണ്ട് നല്ല ശാരീരിക അധ്വാനമുള്ള ഒരു വിഷയം കൂടിയാണിത്. അപ്പോൾ ഈ ഉപാസന കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 150 കൊല്ലം മുന്നേ ഇതൊക്കെ നശിച്ചുപോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗ്രന്ഥങ്ങളിൽ പോലും ഒന്നും കാണുന്നില്ല. അപ്പോൾ എൻ്റെ ഗുരുനാഥൻ പഴയന്നൂർ മധുസ്വാമി പഴയന്നൂർ അമ്പലത്തിൽ വെളിച്ചപ്പാടാണ് ഇത് എൻ്റെ നാട്ടിൽ ശീലിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അദ്ദേഹം ഒരിക്കലും ഈ വിദ്യ പുറത്തേക്ക് കൊടുത്തിട്ടില്ല. ഗോപ്യം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആർക്കും കൊടുക്കാതിരുന്നു. അദ്ദേഹം മരിക്കണതിൻ്റെ ഒരു മണിക്കൂർ മുന്നെയാണ് ഇതിൻ്റെ യഥാർത്ഥ ബീജം പോലെ എനിക്ക് തന്നത്. എന്താ പറയുക, അതിൻ്റെ ചില തത്വങ്ങൾ, മദ്യമാംസം തുടങ്ങിയുള്ള തത്വങ്ങൾ എങ്ങനെ ശുദ്ധീകരിക്കണം എന്ന് പോലും ആ മരണസമയത്ത് അദ്ദേഹം പറഞ്ഞു തന്നത്. അപ്പോൾ എനിക്ക് തോന്നിയത് ഞാനിത് ആചരിച്ചിട്ട് ഒരു ധനം ഉണ്ടാക്കാനുള്ളൊരു വിഷയമായിട്ട് ഞാനിതിനെ കണക്കാക്കിയിരുന്നില്ല. ഞാനിത് പരമാവധി ലോകത്തിന് മുമ്പ് എത്തിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. കൃത്യസമയത്താണ് ഇദ്ദേഹത്തിൻ്റെ ഒരു അവതാരം എൻ്റെ മുമ്പിൽ വന്ന് പെട്ടത്. എനിക്ക് ധൈര്യം തന്ന് ഇതിനെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ എനിക്ക് തന്നെ. ഇതിലെനിക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തത് ശിവനാഥ് യോഗി ഇദ്ദേഹമാണ്. അദ്ദേഹം കളരിയിൽ നല്ല പ്രാവീണ്യമുള്ള വ്യക്തിയാണ്. ഇതിൻ്റെ സമ്പ്രദായത്തെക്കുറിച്ച് നല്ല നിശ്ചയമുള്ള ആളാണ്. ഒരുപാട് സമ്പ്രദായം പറഞ്ഞുള്ള ആളാണ്. അപ്പോൾ എങ്ങനെ ഒരു 4 ആളുടെ മുമ്പിൽ ഈ ഒരു നിഗൂഢമായ പദ്ധതിനെ കൊണ്ടുവരാമെന്ന് അദ്ദേഹം എനിക്ക് ക്രോഡീകരിച്ചു തന്നു. ഒരുപാട് പേർ സഹായം കൊണ്ടും ഒരുപാട് പേർ ഗുരുക്കന്മാരുടെ സഹായം കൊണ്ടും ഞാൻ ചെയ്തത്. ഇതിൻ്റെ രീതി എന്ന് പറയുന്നത് തിരുമാന്താംകുന്ന് സമ്പ്രദായം ഞങ്ങളുടെ കയ്യിലുള്ളത്. ഇതിൻ്റെ ചുറ്റും ഇപ്പോൾ ഒരു 14ഓളം ദേവതകൾ നമ്മളെ വലയം പ്രാപിച്ച് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കണമെങ്കിൽ തന്നെ പ്രത്യേക രക്ഷകളും കാര്യങ്ങളും അരിയെ ധരിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് കിടക്കാൻ പറ്റുള്ളൂ, അനാവശ്യമായിട്ട്. അതുകൊണ്ടാണ് നിങ്ങളെപ്പോലെ ഞാൻ അടുപ്പിക്കപ്പെടുന്നത്. കാരണം നിങ്ങളറിയാതെ നിങ്ങളുടെ ധാതുക്കൾ, 7 സപ്തധാതുക്കൾ പലതും നഷ്ടപ്പെടുത്താൻ കഴിവുള്ള ദേവതകൾ ഇവിടെ ഉണ്ട്. ഒരു മനുഷ്യൻ്റെ പ്രാണനെ സ്വീകരിച്ചിട്ട് ജീവിക്കാൻ കഴിയുന്ന ദേവതകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ യഥാർത്ഥത്തിലുള്ളൊരു ദേഹം ബന്ധിച്ചൊരു വീരന് മാത്രമാണ് ഈ കളത്തിനുള്ളിൽ പോലും പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് പറഞ്ഞത്. നമ്മുടെ കേരളത്തിൽ ഇല്ലാതായൊരു വലിയൊരു പദ്ധതിയാണ് ശാസ്താ പദ്ധതി. ഇന്നതില്ല. ഇത് നമ്മൾ ശാസ്താവ് എന്ന് പറയുന്നത് 12 രാജകുമാരൻ്റെ കഥ മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. സത്യത്തിൽ അതിൻ്റെ രഹസ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജീവിച്ചിരുന്ന പല മനുഷ്യരാണ് സത്യത്തിൽ ശാസ്താക്കൾ എന്ന് പറയുന്നത്. ആ ആത്മാക്കൾ അവർ ധർമ്മം പ്രാപിച്ച് അവർ ഉപാസന കൊണ്ട് ഗുരുക്കന്മാരാവും.
അവരുടെ ആത്മാവ് ഗുരുക്കന്മാരായി അവർ ധർമ്മത്തെ ഉപസിക്കാൻ തുടങ്ങും അത്രയും. അപ്പോഴാണ് അത്ര ശാസ്താക്കൾ ഉണ്ടാകുന്നത്. പക്ഷേ കഴിഞ്ഞ 150 കൊല്ലമായിട്ട് ഇവിടെ ശാസ്താക്കളില്ല. അത് ഞാൻ എപ്പോഴും ഒരുപാട് ഇതുപോലെ ബൈറ്റുകൾ ഞാൻ പറയുന്നുണ്ട്, ഒരുപാട് ചാനലിൽ ഞാൻ പറയുന്നുണ്ട്, ഇത് വിദേശികളാണ് കാരണം. മറ്റേ അംബേദ്കർ പറഞ്ഞ പോലെ നമ്മൾ പണ്ട് ബ്രിട്ടീഷുകാരെ കുറ്റം പറഞ്ഞു, ഇനിയിപ്പോൾ നമുക്ക് ബ്രിട്ടീഷുകാരെ കുറ്റം പറയാൻ പറ്റില്ല എന്ന്. പക്ഷേ ഇന്ന് ഞാൻ ബ്രിട്ടീഷുകാരെ കുറ്റം പറയും. അവർ പോകുന്നതിന് മുന്നേ അതിശക്തമായൊരു പാഠ്യപദ്ധതി ഇവിടെ രൂപപ്പെടുത്തി വെച്ചു. ആ പാഠ്യപദ്ധതിയിലൂടെയാണ് നമ്മളെ വേദങ്ങളെ കാണുന്നത്, ബ്രാഹ്മണനെ കാണുന്നത്, ശൂദ്രനെ കാണുന്നത്, വൈശ്യനെ കാണുന്നത്, ക്ഷത്രിയനെ കാണുന്നത്. ശരിക്കും സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലല്ല സത്യത്തിൽ അതിൻ്റെ രീതി. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതോ നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമാണ്. അപ്പോൾ വേദങ്ങളിലുള്ള ആ അറിവുകളെ പൂർണ്ണമായിട്ടും സമൂഹത്തിലേക്ക് ഇറക്കി വിട്ട് സമൂഹത്തിനെ അറിവിലേക്ക് നയിച്ച് അവരെ മോക്ഷത്തിലേക്ക് നയിക്കുന്ന ഒരു പരിപാടി ഇവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു വിദേശികളിൽ നിന്ന് നമ്മൾ തിരിച്ചു വന്നതിന് ശേഷം ഇതൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു മാഘമകം ഉത്സവം, അതുപോലെ ഇതിനെ ഇറങ്ങിയിട്ടുള്ള തിരിച്ച സന്യാസി സമൂഹത്തിന് അങ്ങനെ ഒരു ചിന്ത ഉണ്ടെന്ന് എനിക്ക് ഇദ്ദേഹത്തിലൂടെ എനിക്ക് മനസ്സിലായി. ഈ പ്രവർത്തനത്തിൽ പങ്കാളി ആയില്ലെങ്കിൽ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ പൂണൂലൂരി വെച്ചിട്ട് ഞാൻ ഈ പരിപാടി അവസാനിപ്പിക്കാൻ എന്നോട് പറഞ്ഞത്. ആ ഒരു ധൈര്യത്തിലും കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം ഇതൊരു വൈദികന്മാരും താന്ത്രികരും പണം ഉണ്ടാക്കാനുള്ള ഒരു വിഷയമായിട്ട് ഇതിനെ കണക്കാക്കാൻ തുടങ്ങി. ഇതങ്ങനെയല്ല, ലോകത്തിന് ഉപകാരമായിട്ടുള്ളൊരു വിഷയം തന്നെയാണിത്. അപ്പോൾ അതിലേക്ക് എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യും. അതുപോലെ എന്നെ സഹായിക്കാൻ ഒരുപാട് പേര്, എൻ്റെ എന്താ പറയുക, പലരും എൻ്റെ അനിയൻ്റെ പോലെ ചില ആൾക്കാർ ഗുരുസ്ഥാനിയുള്ളവരാണ്. അവരെല്ലാവരും അവരുടെ ഒരു നേരത്തെ കൂലി ഒഴിവാക്കി വന്നവരാണ്, കൂലിക്ക് വേണ്ടി വന്നവരല്ല, അവരുടെ ജോലി കളഞ്ഞ് വന്നവരാണ് അവരൊക്കെ. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇന്നെന്തായാലും എനിക്ക് വളരെ സമാധാനമായിട്ടുണ്ട്. കാരണം പൂർണ്ണമായ രീതിയിൽ ഇതിനെ കുടിവെച്ച് ആരാധിച്ച് ഇത് ഇതാക്കാൻ പറ്റി. വൈകുന്നേരത്തെ പൂജ വളരെ നിർണായകമാണ്. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള ഒരു പൂജ. ഒരു യക്ഷിവിധാനത്തിലൊരു പൂജയൊക്കെ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. അതൊക്കെ ആദ്യമായിട്ടാണ് ഒരു ഓപ്പൺ എയറിലൊക്കെ യക്ഷിയെ വരുത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയൊരു വിഷയം തന്നെയാണിത്. ഭുവനേശ്വരി ഏത് ദശമഹാവിദ്യകൾക്കും ഏത് വിദ്യകൾക്കും സ്വന്തമായൊരു യക്ഷിണി ഉണ്ടാവും, ഒരു ഭൈരവനുണ്ടാവും, ഒരു ഗണേശൻ ഉണ്ടാവും. യക്ഷിണിയെ വളരെ രഹസ്യമായിട്ട് വെക്കുക ചെയ്യുക. എപ്പോഴും മഹാവിദ്യകൾ മോക്ഷം കൊടുക്കുന്നതുകൊണ്ട് അത് ഊർധാമനായ വിദ്യകളായതുകൊണ്ട് നമ്മുടെ ധനം, ഐശ്വര്യം, സമൃദ്ധി, സന്താനങ്ങളെല്ലാം ഇല്ലാതാക്കും, ആ വിദ്യ ഇല്ലാതാക്കും. അപ്പോൾ അതിന് കുറവ് വരുന്ന സമയത്താണ് ഇങ്ങനെയുള്ള യക്ഷിണികളെയും ഗന്ധർവന്മാരെ ഉപാസിച്ച് അതിനെ ഒരു ബാലൻസ് ചെയ്യുന്നത്. അതിനാണ് യക്ഷിപൂജ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്ന് അത് എനിക്കിവിടെ ചെയ്യാൻ ഇവരൊരു അനുമതി തന്നു എന്ന് വേണം പറയാൻ. അതിനുള്ള ധൈര്യം നിങ്ങൾ തന്നെ തരണം, എനിക്കതുള്ളൂ. ഇതുകൊണ്ട് എന്ത് സംഭവിക്കുന്ന അറിയാൻ പറ്റില്ല. അത് മിസൈലാണ്, തൊടുത്തു വിട്ടാൽ ഇങ്ങോട്ട് പോകും അങ്ങോട്ട് പോകുമെന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാവരുടെ അനുഗ്രഹത്തോടും ഞാനിതൊന്ന് പൂർത്തിയാക്കും. വൈകുന്നേരത്ത് ഗുരുതിയോടുകൂടി ഇതിനെ മുഴുവൻ സംഹരിക്കും. ഇപ്പോൾ സൃഷ്ടിതത്വത്തിൽ തുടങ്ങി, ഇപ്പോൾ ഉച്ചയായപ്പോഴേക്ക് സ്ഥിതിതത്വത്തിലേക്ക് ആയി. ഇനി അതിനെ സംഹരിച്ച് അതിനെ അവസാനിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താ പറയുക, ഇതെന്താണെന്ന് പറയുക. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ നിങ്ങൾ ഇത്രയും പേര് വന്ന് ഈ സാധനങ്ങൾ നീട്ടി നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ വേറെ വല്ല രാഷ്ട്രീയക്കാരുടെ നേരെ നീട്ടേണ്ട സാധനമാണല്ലോ അത്. ഇതിൻ്റെ മുമ്പിൽ വരേണ്ട കാര്യമില്ല. ഒരുപാട് പേര് ഇവിടെ കേൾക്കുന്നുണ്ട്. അത് പറയാനൊരു അവസരം കിട്ടിയെന്നാണ് ഞാൻ ഇതിനാലോചിക്കുന്നത്. ഞാൻ ഒരാൾ ഇവിടെ ഇരുന്നിട്ട് കുറേ കോട്ട കെട്ടി പൂജ ചെയ്താലും നാട് നന്നാവാൻ പോകുന്നില്ല. അത് ഉറപ്പിച്ചോളൂ. നമ്മൾ സ്വയം ചെയ്താൽ മാത്രമാണ് കിട്ടുള്ളൂ. നിങ്ങൾ വെള്ളത്തിൽ പോയി മുങ്ങിയിട്ടോ അല്ലെങ്കിൽ വല്ല അമ്പലത്തിൻ്റെ മുമ്പിൽ കുറേ അഭിഷേകം ചെയ്തോ നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. സത്സംഗം ചെയ്യുകയും ഇതുപോലുള്ള സ്വാമിമാരെ പുറത്തു കൊണ്ടുവന്ന്, ഇതൊക്കെ എന്താ പറയുക, പുലിമടകളിലിരിക്കുന്ന പുലികളാണ്. അവരൊന്നും എന്താ പറയുക ആവശ്യമില്ലാതെ പുറത്തു വരത്തില്ല. അപ്പോൾ അവരെ പുറത്തിറക്കാൻ വേണ്ടിയൊക്കെ തന്നെയായിരിക്കും ഈ മാഘമഹ ഉത്സവം എന്നൊക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ അതിനെ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മളനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ പകർത്തി അങ്ങനെ നമ്മൾ മുന്നോട്ട് വരണം. തീർച്ചയായിട്ടും അറിവ് നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മുടെ കണ്ണും കാതും തുറന്നു വെച്ചാൽ മതി. വിദേശ നിർമ്മിതമായിട്ടുള്ള വിദ്യാഭ്യാസം കൊണ്ടും അതുപോലെ എന്തൊക്കെയോ സോഷ്യൽ മീഡിയയിൽ വായിച്ചറിയേണ്ട പേരിൽ നമ്മൾ അറിവിനെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ചെവിയെല്ലാം അടച്ചു പിടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് തുറന്നു വെക്കണം. പരമാവധി സത്സംഗങ്ങളും കാര്യങ്ങളും ചെയ്ത് അറിവിനെ നേടുക. അതിനുവേണ്ടി ഈ കുംഭമേള ഈ സമൂഹം ഉപയോഗപ്പെടുത്തണം എന്നാണ് എൻ്റെ അറിവ്. ഇതിലേറ്റവും കൂടുതൽ ഞാൻ വന്നിരിക്കുന്നതൊക്കെ താടി മീശ നരയ്ക്കാത്ത ആൾക്കാരാണ് വന്നിരിക്കുന്നത്. വൃദ്ധന്മാരൊന്നും ഞാൻ കാണുന്നില്ല ഇവിടെ. എല്ലാവരും ചെറുപ്പക്കാരാണ് വരുന്നത്. അത് നല്ലൊരു മാറ്റം തന്നെയല്ലേ. ചെറുപ്പക്കാർ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ മാറ്റം തന്നെയല്ലേ ഇത്. വളരെ സന്തോഷം, എനിക്കിത് ചെയ്ത് പൂർത്തിയാക്കാൻ പറ്റി. ഉച്ചവരെയുള്ള കാര്യങ്ങൾ ചെയ്ത് പൂർത്തിയാക്കാൻ പറ്റി. ഈ ഒരു വിധാനത്തിൻ്റെ പ്രാധാന്യം ഈ സമൂഹം മനസ്സിലാക്കണം. പിന്നെ ഈ വള്ളുവനാട് വലിയൊരു യുദ്ധം നടന്നൊരു സ്ഥലമാണിത്. മാമാങ്കം എന്നുള്ള വലിയൊരു യുദ്ധം നടന്ന സ്ഥലമാണിത്. അതെന്ന് വെച്ചാൽ അധികാരത്തിന് വേണ്ടിയിട്ട് ഈ അറിവിൻ്റെ ഉത്സവം മാറിയതുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ടാവുന്നത്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ഒരുപാട് ചെറുപ്പക്കാർ ഇവിടെ വന്നിട്ട് വെട്ടേറ്റവും കുന്തത്തിൻ്റെ ഏറും കൊണ്ട് മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഭുവനേശ്വരിയാണ് അവരുടെ പരദേവത ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ അതും ഒരു യാദൃശ്ചികതയാണ്. ഒരു എന്താ പറയുക, ആ ഭഗവതി തന്നെയായിരിക്കും ഈ മണ്ണിൽ ഒന്നുകൂടി ജനിക്കാൻ വന്നത്. ഞങ്ങൾ കുറച്ച് പേര് ആയുധങ്ങളായിട്ട് ഇവിടെ വരാൻ കാരണം തന്നെയായിരിക്കും. ഒരു കുറേ കാലം മുന്നേ ചെറുപ്പക്കാർ ഇവിടെ ആയുധമായിട്ട് വന്നിട്ടുണ്ട്. അവർ ജീവനില്ലാതെ പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ വന്ന് ഈ ആയുധം വെച്ച് ആ ചോരയുടെ കറയെ മായ്ക്കാൻ കൂടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. വളരെ സന്തോഷം. ഈ ഒരു അവസരം തന്നെ ഞാൻ സ്വാമിയോടും ജൂനാഘാടിയോടും നന്ദി പറയുന്നു. സ്വാമിജി, നമുക്കറിയാം, നമ്മൾ മുൻപ് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ഇത്രയും നിഗൂഢമായ പൂജകൾ? ഇപ്പം അദ്ദേഹം തന്നെ പറഞ്ഞു ഇങ്ങനത്തെ സംവിധാനങ്ങളിൽ നമ്മൾ ചെയ്യാറില്ല എന്ന് പറഞ്ഞു.
അപ്പോൾ എന്തുകൊണ്ടാണ് അത്തരം പൂജകൾ ഈ മഹാമാഘ മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് നടത്താം എന്നുള്ള തീരുമാനം നമ്മൾ എടുക്കാൻ കാരണം? നോക്കൂ, എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ഇത് നോക്കിയാൽ അറിയാം. ഒരു 10-75 വർഷമായിട്ട് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഒരു വൈദികം, എനിക്ക് തോന്നുന്നു ആരത്തി ചോദിച്ചാലും അറിയാം, ഒരു ഗണപതി ഹോമം, ഒരു ഭഗവതി സേവ, മാക്സിമം ഒരു സുദർശനം, ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ കേരളത്തിൻ്റെ പദ്ധതികൾ നോക്കിയാൽ അത് കൊടുങ്ങല്ലൂർ പദ്ധതിയാകട്ടെ, തിരുമാന്താംകുന്നതാകട്ടെ, വ്യത്യസ്ത പദ്ധതികളുണ്ട്. പ്രത്യേകിച്ച് ഇവർ വരാത്ത, ഞാൻ വ്യക്തിഗതമായിട്ട് ഞാൻ ഉൾപ്പെടെയുള്ളവർ വരാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്ഥാനം മാനം എന്നൊരു സാധനമുണ്ട്. ഇന്നലെ വന്ന അശോകേട്ടനായിക്കോട്ടെ, ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനാണ്. അപ്പോൾ അവർ വരുന്ന സമയത്ത് വെറും ഒരു ഡ്രസ്സോ സാധാരണക്കാരുടെ വേഷമെടുത്തല്ല നടക്കുക. അവരെ സംബന്ധിച്ചോളം നിങ്ങൾ കാണുന്ന രീതിയിൽ ഇപ്പം പ്രത്യേകിച്ച് എനിക്ക് തോന്നിയിട്ടൊരു സാധനമാണ്, നമ്മൾക്ക് കാഴ്ചയിലാണ് എല്ലാവർക്കും. അവർ ഇന്നോവയിൽ വരികയാണെങ്കിൽ നമുക്ക് സ്ഥാനം കൊടുക്കും, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നടക്കുകയാണെങ്കിൽ അവർക്ക് സ്ഥാനമില്ല. മേ ബി പോസിബിലിറ്റി എനിക്ക് തോന്നിയിരിക്കുന്നത് ഇതുകൊണ്ടാവാം. രണ്ടാമത്തത്, ഇപ്പോൾ ഇന്നലെ കാണി സമ്പ്രദായത്തിലെ പഴയ നമ്മൾ കാന്താര കണ്ടപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അതേ കാന്താരയിലുള്ള അതേ വിധാനത്തിലാണ് ഇന്നലെ വന്നത്. പക്ഷേ നമ്മൾ ചിരിച്ചുകൊണ്ട് കളിയാക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചോളം നമ്മളുടെ ഒരു ഗുരുപരമ്പരയുടെ ഒരു നിയമമുണ്ട്, പൊതുസമൂഹത്തിൽ ഗുരുനാഥന്മാരെ അപമാനിക്കുന്ന സ്ഥലത്ത് ക്രിയ ചെയ്യരുത്. നിങ്ങൾ ചിരിക്കുന്നൊരു സ്ഥലത്ത് ഞങ്ങൾ ദേവതകളെ കൊണ്ടുവരില്ല, ഗുരുനാഥന്മാരെ കൊണ്ടുവരില്ല. അപ്പോൾ അങ്ങനൊരു സമൂഹത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ പുറത്തു വരൂ. എന്നെ കളിയാക്കാം, പക്ഷേ എൻ്റെ ഗുരുനാഥനെ കളിയാക്കാൻ പാടില്ല. അപ്പോൾ ഇവരെ വിളിക്കുമ്പോൾ ആദ്യം വന്ന, ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് വിളിക്കാൻ പോയ ഒരാളിൻ്റെ അടുത്ത് പറഞ്ഞത്, മകൻ പറഞ്ഞതാണ്, അച്ഛനെ പറഞ്ഞു വിടുന്നുണ്ട് കൃഷ്ണേട്ട, എന്നെ കൃഷ്ണകുമാർ എന്നുള്ള രീതിയിലാണ്, കൃഷ്ണേട്ട നോക്കിക്കൊണ്ടോ, മാനാഭിമാനം കളയരുത്. അപ്പോൾ അവർ വരുമ്പോൾ അതേ സാന്നിധ്യം ഇല്ലെങ്കിൽ അതേ സ്ഥാനം, അതിപ്പോൾ സുധീരേട്ടൻ്റെ അതേ സ്ഥാനം നമ്മൾ കൊടുക്കാനാണെങ്കിൽ ഇവർ പുറത്തേക്ക് വരും. പക്ഷേ നമ്മൾ വ്യക്തിഗതമായിട്ട് എഡ്യൂക്കേറ്റഡ്, ഹൈലി എഡ്യൂക്കേറ്റഡ് എന്ന് പറയുമ്പോൾ അവരൊരു സാധാരണ ആദിവാസി പ്രയോഗങ്ങളോ പഴയ സമ്പ്രദായങ്ങൾ ചെയ്യുമ്പോൾ ഇതൊന്നും അല്ല എന്ന് പറഞ്ഞ് നമ്മൾ കളിയാക്കും. മേ ബി ഇതായിരിക്കണം കൊണ്ടുവരുന്നത് ഈ പ്രശ്നം വരുന്നത്. എന്നെ സംബന്ധിച്ചുള്ള ഞാൻ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ആനന്ദൻ ഭാരതിയെടുത്ത് പറഞ്ഞത്, ഒരുപാട് ആൾക്കാരുണ്ട് ഈ പഴയ പദ്ധതികൾ വരണമെങ്കിൽ അവർക്ക് സ്ഥാനം കൊടുക്കണം, സമൂഹത്തിൽ അവരറിയിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞാൽ വരും. ഒരു ദേശത്തിനാണെന്ന് പറഞ്ഞാൽ അവർ വാളെടുക്കും. ഇപ്രാവശ്യം ഞാൻ പറഞ്ഞ ആരും തന്നെ നോ പറഞ്ഞിട്ടില്ല. അതിനെക്കാട്ടും അത്ഭുതപ്പെടുത്തുന്ന ഒരു സാധനം, ഇപ്പോൾ എല്ലാവരും, അത് ലക്ഷ്മണേട്ടനായിക്കോട്ടെ വന്നപ്പോൾ ആരും തന്നെ സ്വന്തം കയ്യിൽ നിന്ന് അല്ലാതെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ആരും മേടിച്ചിട്ടല്ല വരുന്നത്. അവർ പറയുന്നത് നിങ്ങൾക്ക് എന്താണോ തരാൻ പറ്റുന്നത് പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് കാശ് വേണ്ട, ഇത് ദേശത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പരമ്പരയുണ്ട്. നിങ്ങൾ സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന നിഗൂഢത്വം ഉണ്ടാവില്ല. ഞങ്ങൾ ഉൾപ്പെടെ ഇറങ്ങാത്തതിൻ്റെ കാരണം മാനാഭിമാനമാണ്. ഒരു സ്ഥലത്ത് നിങ്ങൾ വിളിച്ചാൽ അതൊരു വ്യക്തിഗതമാണ്. നിങ്ങളെ ഞാൻ വിളിക്കുകയാണെങ്കിൽ ആ സാന്നിധ്യവും ആ മാനാഭിമാനവും നിങ്ങൾ കൊടുക്കാൻ തയ്യാറാവും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു നിഗൂഢത്വവും ഇല്ല. ഉറപ്പായിട്ടും കളരി ആചാര്യനാണ്. എത്രത്തോളമാണ് ഈ പൂജയ്ക്ക് കളരിയുടെ ഒരു പ്രാധാന്യം? കളരിപ്പയറ്റ് എന്ന് പറയുന്ന ഒരു കണക്കിന് നമ്മുടെ ശരീരം കൊണ്ടുള്ളൊരു പൂജ തന്നെയാണ്. നമ്മൾ മന്ത്രം ജപിക്കുന്ന പോലെ ശരീരം കൊണ്ടുള്ളൊരു പൂജയാണ്. ഓരോ ചോടും ദൈവയുടെ മുമ്പിലാണ് വെക്കുന്നത്. അങ്ങനൊരു സിസ്റ്റം ഉണ്ടായിരുന്ന നാട്ടിൽ ആദ്യം ബ്രിട്ടീഷുകാർ ചെയ്ത് നമ്മുടെ കുഴിക്കളരികളെ മുഴുവൻ നശിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്തത്. അപ്പോൾ കളരി വിധാനത്തിനെ നശിപ്പിക്കുകയല്ല ചെയ്തത്, അവിടുത്തെ ദേവതകളെ കൂടി നശിപ്പിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ആ പാരമ്പര്യ പദ്ധതിയെ നശിപ്പിക്കുക ചെയ്തത്. ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വടക്കൻ തെക്കൻ മധ്യ കേരളം എന്ന് പറഞ്ഞിട്ട് വ്യത്യസ്ത രീതികളിൽ ഇതിങ്ങനെ പിരിഞ്ഞു കിടക്കുകയാണ്. ഞങ്ങളതിനൊന്നും ഒരുമിച്ച് ചേർത്ത് ഒരു സമ്പ്രദായമാക്കിയിട്ട് കളരിപ്പയറ്റ് എന്ന് മാത്രമാക്കി തീർക്കാനുള്ള ഒരു ശ്രമമാണ്. ഇപ്പോൾ ചൈനയിലേക്ക് പോകുമ്പോൾ കുങ്ഫു എന്ന് പറയുന്നിട്ടുള്ള ഒരൊറ്റ സമ്പ്രദായമായിട്ട് നിൽക്കുമ്പോൾ ഇവിടെ അത് വിവിധ സമ്പ്രദായമായിട്ട് മാറുന്നതിൽ നിന്നും മാറ്റം വരുത്തി ഇന്നൊരൊറ്റ സമ്പ്രദായമായിട്ട് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ്, ഞങ്ങളുടെ കൂട്ടായൊരു ശ്രമമാണ്. അതിൻ്റെ ആദ്യത്തെ പടി ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ദേവതകളെ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കാണുന്നത് അതിൻ്റെ ദേവതകളെ ഏകോപിപ്പിക്കാനുള്ള ശ്രമമാണ്. കുറേ കാലമായി തുടങ്ങിയിട്ട്. ഇപ്പോൾ ബാലുസ്വാമി പറഞ്ഞ പോലെയും സ്വാമിജി പറഞ്ഞ പോലെയൊക്കെ ഇത് ഇപ്പോൾ പരസ്യമായിട്ട് ചെയ്യാനുള്ള ഒരു വേദി ഇവിടെ വന്നു. അപ്പോൾ ഇത്രയും പേരൊക്കെ അത് മനസ്സിലായി. ഇനി അത് അവർ ഉൾക്കൊണ്ട് അവരവരുടെ ജീവിതത്തിലേക്ക് പകർത്താനൊരു ശ്രമം കൂടി നടത്തിയാൽ ഞങ്ങൾ പരിപൂർണ്ണമായിട്ടും വിജയിച്ചു. ഞങ്ങൾക്ക് വേണ്ടത് നാടിൻ്റെ ഉന്നമനം, ഐക്യം, ഐശ്വര്യം, ഇതൊക്കെയാണ്. അതിനുവേണ്ട എല്ലാ ശ്രമവും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. വീരന്മാരെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ പദ്ധതിയുടെ ഉദ്ദേശം. അത് സൃഷ്ടിക്കപ്പെടും, എന്തായാലും ഉണ്ടാവും. ഉറപ്പായിട്ടും. ഇപ്പോൾ പരികർമ്മികളായി ഒരുപാട് ചെറിയ പ്രായക്കാരെ കാണുന്നുണ്ട്. അപ്പോൾ പുതിയ തലമുറ എങ്ങനെയാണ് ഇതിനൊക്കെ ഏറ്റെടുക്കുന്നത്? പുതിയ തലമുറ, ഞാൻ ഒരുപാട് ഒരു 250 ക്ഷേത്രത്തോളം തന്ത്രം എനിക്കുണ്ട്. അവിടെയൊക്കെ എല്ലാ ക്ഷേത്രത്തിലും ഒരു കമ്മിറ്റി ഉണ്ടാവും, അതിലൊരു പ്രസിഡന്റ് ഉണ്ടാവും. അതൊക്കെ ഒരു 50 വയസ്സിന് മുകളിലാണെങ്കിൽ അവരൊക്കെ പല ശല്യങ്ങളായിട്ടാണ് ഞാൻ കണക്കാക്കുക. അവർക്കൊന്നും പറഞ്ഞാൽ അങ്ങോട്ട് മനസ്സിലാവില്ല. എന്നാൽ ഇന്ന് വരുന്ന 22, 23 വയസ്സുള്ളതോ 14 വയസ്സുള്ള 15 വയസ്സുള്ള പുതിയ ആ കമ്മിറ്റിയിലുള്ള കുട്ടികൾ വളരെയധികം നമുക്ക് സഹകരിക്കുകയും അവർ തമ്മിലുള്ള സ്പർദ്ധ മറന്ന് ഒരു കാര്യത്തിന് വേണ്ടി, ലക്ഷ്യത്തിന് വേണ്ടി പോകുന്ന സമയത്ത് അവർ ഒന്നായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പുതിയ തലമുറ വളരെ
വളരെ നല്ലതാണ്. ഇനി വരാൻ പോകുന്ന നല്ല തലമുറയാണ്, അരിച്ചു കിട്ടുകയാണിത്. ആലോചിച്ച് നോക്കുക, ഒരുപാട് യുദ്ധങ്ങളും മനുഷ്യാവകാശ ധ്വംസനങ്ങളും നടന്നുകൊണ്ടാണല്ലോ ഒരു മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞ് ഉണ്ടായത്. ഒരുപാട് എന്താ പറയുക, കസ്റ്റഡി മരണങ്ങൾ നടന്നുകൊണ്ടാണല്ലോ ഇന്ന് പോലീസുകാർ മാന്യന്മാരായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ നമ്മളുടെ തെറ്റുകളൊക്കെ മനസ്സിലാക്കി സമൂഹത്തിൻ്റെ മാറ്റങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ തലമുറ തിരിച്ചു വരുന്നുണ്ട്. അവർക്കൊരു വഴി, അവരെ കാത്തിരിക്കുന്നത് വലിയ വലിയ ചതിക്കുഴികളുണ്ട്, അതിൽ പെടാതെ ഒന്ന് തൊട്ട് കൊടുത്താൽ മതി, അത് നല്ല രീതിയിൽ വരും. ഈ കുട്ടികളൊക്കെ വളരെയധികം ബ്രില്യൻ്റാണ്. പറഞ്ഞു കൊടുക്കുന്ന മന്ത്രങ്ങളോ ക്രിയകളോ ഒക്കെ പെട്ടെന്ന് മനസ്സിലാക്കി കാര്യം ചെയ്യുന്നവരാണ്. അവർ ഒരു ലഹരിയിലേക്കോ അല്ലെങ്കിൽ ഒരു വേണ്ടാധീനത്തിലേക്കോ പോവാതെ കൊണ്ടുപോകുക എന്നുള്ളതാണ് നമുക്ക് ഒരു വഴി നടത്തൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ ഗുരുനാഥൻ 18 വയസ്സിൽ ഞാൻ വഴിതെറ്റേണ്ട സമയത്ത് ഇദ്ദേഹം എന്നെ കൈപിടിച്ച് നടത്തിക്കൊണ്ടാണ് ഇപ്പോൾ 37ാമത്തെ വയസ്സിലാണിത്. ഇവിടെ എനിക്ക് വന്ന് നിൽക്കാൻ പറ്റിയല്ലോ, കുറച്ച് ആൾക്കാരുടെ മുമ്പിൽ വളരെ മാന്യമായി നിൽക്കാൻ പറ്റിയല്ലോ. അപ്പോൾ ആ ഒരു കാര്യം ഞാനത് ഈ പിള്ളേരോട് ചെയ്യും. എന്നേക്കാളും നല്ല ടൂളാണ് അവർ. അതാണ് എൻ്റെ ഗുരുനാഥൻ കഷ്ടപ്പെട്ട പോലെ എനിക്ക് കഷ്ടപ്പെടുന്നത് കുട്ടികളുടെ അടുത്ത്. ഞാനൊരു വിളിച്ചപ്പോൾ തന്നെ അവന്മാർ വിദ്യാഭ്യാസമൊക്കെ എന്താ പറയുക വേണ്ടാന്ന് വെച്ചിട്ട് പോന്നിരിക്കണമെന്ന് ഇന്നലെ മുഴുവൻ ഉറക്കൊള്ളിച്ചു ഒരു പിള്ളേർ. അവന്മാരുടെ അമ്മമാരെ പറഞ്ഞാൽ എന്നെ തല്ലും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവരത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. ആ കഷ്ടപ്പെടാൻ തയ്യാറാവുന്നൊരു മനസ്സാണ്, അതൊന്നിനും വേണ്ടിയിട്ടല്ല. അപ്പോൾ കുട്ടികൾ നല്ല ഗംഭീരന്മാരാണ്, അവരെ നല്ല രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഗംഭീരമാവും കുട്ടികൾ. ഇപ്പോൾ ചതുരംബികമാരെന്ന് പറയുമ്പോൾ നമുക്കറിയാം ദിഗ്ദേവതകളാണ്. അപ്പോൾ എത്രത്തോളം ആണ് ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഈ പൂജയുടെ ഗുണഗണങ്ങൾ എങ്ങനെയാണ്? ഞാൻ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പഴയത് എല്ലാവരും പറയുന്ന മാതിരിയാണ്. ഒരു പ്രത്യേക ദേവത എന്ന് പറയുന്നത് നമ്മൾ സങ്കല്പിക്കുന്നതാണ്. ഓരോ ദേവതകളും എല്ലാം ഒന്ന് തന്നെയാണ്. ഓരോ വ്യത്യസ്ത സമ്പ്രദായങ്ങളിൽ അവർ ഒരേ ദേവതയാണ് കാണിക്കുന്നത്. ശിവൻ എന്ന് പറയുന്നത് ഇപ്പുറത്തെ പേരുകൾ മാറുന്നു എന്നല്ലാതെ ഭാവവ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ ഏത് ഭാവത്തിൽ വേണമെങ്കിലും വിളിച്ചോളും, ഏത് ഭാവത്തിൽ നിന്നാലും അതിൻ്റെ ഫലം എല്ലാവർക്കും കിട്ടും. നിങ്ങൾ കന്യാകുമാരെന്ന് വിളിച്ചാലും മൂകാംബികൾ എന്ന് വിളിച്ചാലും ഒരേ ദേവത തന്നെയാണ്. നിങ്ങളുടെ ഭാവസങ്കല്പത്തിനാണ് 4 പ്രധാന വിധാനത്തിൽ കണ്ടുതിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പ്രധാനമായിട്ട് ഞങ്ങൾ നോക്കിയിരിക്കുന്ന ഐക്യമാണ്, ദേശത്തിന് ഉന്നമനം. ഞാൻ സ്ഥിരം പറയുന്നതാണ്, കുടുംബം എന്ന് പറയുന്നത് ദശസംഖ്യ കുടുംബീതി എന്നാണ്. 10 പേരടങ്ങുന്നതാണ്. അതിലെല്ലാം ഇപ്പോഴും 9 അംഗം നമ്മളുടെ ആണെങ്കിൽ 1 അംഗം അതിഥിയാണ്. അപ്പോൾ നമ്മൾ സുഖമായാൽ സമൂഹം സുഖമായി. അതുകൊണ്ട് ഇവിടെ പ്രധാനമായിട്ട് വ്യക്തിഗതത്തിലുപരി ദേശത്തിനെ വ്യക്തിത്വകൊണ്ടാണ് നമ്മളും നമ്മളുടെ സമൂഹവും നല്ലതാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാലത്തോളം അത് സാധ്യമാണ്. ഉറപ്പായിട്ടും അച്ഛൻ എനിക്ക് തോന്നുന്നു ഇതിൽ ഏറ്റവും മുതിർന്ന വ്യക്തിയാണ്. അപ്പോൾ നമുക്കറിയാം ഭയങ്കര അപൂർവമായി നടക്കുന്ന ഒരു പൂജകൾക്കാണെന്ന് അദ്ദേഹത്തിൻ്റെ താന്ത്രികത്തിലുള്ള ഒരു ക്ഷേത്രത്തിൽ ഞാൻ ശാന്തിയായിരുന്നു. അപ്പോൾ എൻ്റെ ശാരീരികാസ്വസ്ഥത കൊണ്ട് ഞാൻ വിട്ട് ബാംഗ്ലൂരാണ് താമസം. ബാംഗ്ലൂർക്ക് പോയി. ഇപ്പോൾ ഇങ്ങനെ ഒരു വലിയ ഒരു മഹാമഹം നടക്കുന്നതിന് സ്വാമി ഒന്ന് സഹകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഞാൻ വന്ന് ഇതിന് സഹകരിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇത്രയും വലിയൊരു മാറ്റമാണ് നമ്മുടെ പൈതൃകത്തിനൊക്കെ സംഭവിക്കുന്നത്. ഇത് ഇദ്ദേഹം പറഞ്ഞ മാതിരി മാറ്റം ഞാൻ പഠിച്ചിരിക്കുന്ന ഇത് താന്ത്രിക പൂജയാണ്. പക്ഷേ അതിലൊന്നും അതേ രീതിയിലൊന്നും അല്ല, അതിനേക്കാളും വ്യത്യസ്തമായിട്ട് ഇദ്ദേഹം ചെയ്യുന്നതുകൊണ്ടാണ് ഇതിൽ എനിക്ക് വലിയ കൂടുതൽ താല്പര്യമുള്ളത്. തീർച്ചയായിട്ടും. എന്തായാലും ഒരുപാട് സന്തോഷം എല്ലാവരെയും കണ്ടതിൽ. നമസ്തേ.